എക്സ്ക്യൂസ് മീ, കയ്യിലെന്തെന്നാ? റോസാപ്പൂ. പടക്കമല്ലേ? അയ്യോ, ഇതെങ്ങനെ എന്റെ കയ്യിൽ വന്നു? എനിക്കെങ്ങനെ അറിയാം? ഇതെന്തോന്നാ? ഇടത് കയ്യിൽ റോസാപ്പൂ. ഇതെന്താ ഇങ്ങനെ? ഇതിന്റെ പേരാണ് മാജിക്. ഞാനിവിടെ പുതുതായി വന്ന മാജിക്കാരനാണ്. എന്റെ പേര് രാജേന്ദ്രൻ. പേര് പ്രിയംവദ. പ്രിയംവദയ്ക്ക് മാജിക് ഇഷ്ടമാണോ? എനിക്ക് പേടിയാ. അതൊന്നും സാരമില്ല. ഞാൻ സ്റ്റേജിൽ മാജിക് കാണിക്കുമ്പോൾ എന്നെ ഒന്ന് സഹായിക്കാമോ? ഞാനെങ്ങനെ സഹായിക്കും? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് പ്രിയമതയെ പോലെ 2-3 പെൺകുട്ടികളെ സ്റ്റേജിലേക്ക് ആവശ്യമുണ്ട്. ഞാൻ ക്യാമ്പിലേക്ക് വന്നു. ഒരു പാക്കറ്റ് വിളിച്ചതാ. എന്താ സാറേ? അല്ല, ഇത് കൊള്ളാലോ. സന്ധ്യ നേരെ തുറക്കുന്നു, കടയിൽ തുറന്നു വെച്ചോണ്ട്. ഐശ്വര്യക്കേട്. എനിക്ക് ഒരു പാക്കറ്റ് വിളിച്ചതാ. ക്ഷമിക്കണം, എനിക്ക് ഒരബദ്ധം പറ്റി. ശരിക്കൊന്നും മെനിങ്ങിയ ലക്ഷണമുണ്ടല്ലോ. എന്റെ പൊന്ന് സാറേ, ഒന്നും പറയ. ഇന്നലെ സന്ധ്യ ആയപ്പം നമ്മുടെ വർക്ക്ഷോപ്പിലെ കൃഷ്ണൻകുട്ടി ഇവിടെ വന്നിരുന്നു. കയ്യിൽ 50 രൂപയുണ്ട്. എന്നിട്ടൊരു ചോദ്യം, പാച്ചുള്ളേ ഞാനൊന്ന് പോയിട്ട് വരട്ടെ എന്ന്. കേട്ടാ, കാർണിവൽ. എന്തിനാ? അത് ശരി, ചൂതുകളി. എനിക്ക് ഞാൻ പറയട്ടെന്നേ. പോയി ജയിച്ചു വാടാ മക്കളെ എന്ന് അനുഗ്രഹിച്ച് ഞാൻ ഇവനെ അകത്തോട്ട് വിട്ടു. കൃത്യം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൃഷ്ണൻകുട്ടിയുടെ ഒരു തിരിച്ചുവരവ് ഉണ്ടായിരുന്നു. രൂപ 50 അതാ അതിനകത്തങ്ങ് കളഞ്ഞ. ഒത്തിരി കളയും. കൃഷ്ണൻകുട്ടി എന്റെ കടയുടെ മുമ്പിൽ നിന്നോണ്ട് പറയാ. നോക്കിയപ്പോ കൈ നിറയെ നോട്ട്, കെട്ട് കണക്കിന് പച്ച നോട്ട്. ഒരു 50 രൂപയും കൊണ്ട് കളിക്കാൻ പോയ ആളുടെ കയ്യില് തിരിച്ചു വരുമ്പോ ഏകദേശം എത്ര രൂപ കാണും? അതിപ്പോ എനിക്കെങ്ങനെ അറിയാം? എന്നാലും വെറുതെ ഒരു കൊട്ടത്താപ്പിന് 500 പറ. ശരി, 500 രൂപ. ദാണ്ട കിടക്കുന്നു. അതിന്റെ 10 ഇരട്ടി 5000 രൂപ. എങ്ങനെ കളി? ഒരു 50 രൂപയും കൊണ്ട് പോയനെ ഒരു 5000 രൂപ കിട്ടിയ എന്നെ ഇവിടെ ഇരിക്കാൻ വിടുവാണ്. തണ്ണി അടിക്കണം. വിളിച്ചാ ചെന്നില്ലേ ദൈവദോഷം വെച്ചു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാല് ഞാനിവിടെ പോയി തണ്ണിയല്ലയോ ഒരു പൊട്ടിക്ക് കൂടിപ്പോയി. അതിന്റെ ക്ഷീണം. എനിക്കൊന്ന് ഉറങ്ങണം. ഇനി വല്ല സേറ്റ് മറ്റോ വേണോ?
ഹലോ. ഇന്നിനി കളിക്കണ്ട. കുറെ രൂപ പോയി കഴിഞ്ഞു. എനിക്ക് തിരിച്ചെടുത്തേ പറ്റൂ. ഇന്ന് നിങ്ങൾ കളിക്കാൻ തുടങ്ങിയ സമയം നന്നല്ലായിരുന്നു. നാളെ ആകാം. വരൂ വരൂ വേണു വരൂ. ആ വേണു വന്നോ? അന്വേഷിച്ചൊരാളിനെ വിടാൻ ഭാവിക്കുകയായിരുന്നു. ഇന്നലെ എന്താ രൂപ കൊണ്ടുവരായിരുന്നത്? ഇന്നലെ എനിക്ക് സുഖമില്ലായിരുന്നു. അതുകൊണ്ട് പണപ്പിരിവിന് പോകാൻ കഴിഞ്ഞില്ല. എങ്കിൽ ആ വിവരം ഇവിടെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ മറ്റാരെങ്കിലും അയക്കുമായിരുന്നല്ലോ. കുടിശ്ശിക വന്നാലുള്ള കുഴപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാനൊന്ന് പുറത്തു പോയച്ചേ. അത് രൂപ എന്തിനാ? അത് ഞാൻ വന്നിട്ട് പറയാം. അത് പറ്റില്ല. നിങ്ങൾ പതിവില്ലാതെ രൂപയും എടുത്ത് ഈ അസമയത്ത് എവിടെ പോകുകയാണെന്ന് എനിക്കൊന്നറിയണം. ഞാനെന്താ കൊച്ചു കുട്ടിയോ മറ്റോ? അതുകൊണ്ടല്ല, ഇത് മുതലാളിയുടെ രൂപയാണ്. ഇന്ന് കൊണ്ടുതന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഈ രൂപയും എടുത്ത് നിങ്ങൾ ആ സമയത്ത് എവിടെയോ പോകാനും ഒരുങ്ങുന്നു. അപ്പൊ ഞാൻ അന്വേഷിക്കട്ടെ. എന്താണ്? എന്തു പറ്റി? എന്താണെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞുകൂടെ? അങ്ങക്ക് എന്ത് നേട്ടമുണ്ടായാലും കോട്ടമുണ്ടായാലും അനുഭവിക്കേണ്ടത് ഞാനും നമ്മുടെ മോളുമല്ലേ? എന്താണെങ്കിലും എന്നോട് തുറന്നു പറയും. എനിക്കൊരു അബദ്ധം പറ്റി ശകുന്തളെ. കഷ്ടകാലത്തിന് ഞാൻ ആ കോർണിവലിൽ പോയി കാശ് വെച്ച് കളിച്ചു. 3000 രൂപ നഷ്ടപ്പെട്ടു. അത് മുതലാളിയുടെ പണമാണ്. എന്റെ ഈശ്വരാ, ഇനിയിപ്പോ ആ രൂപ കൂടി ഇല്ലാതെ എനിക്ക് മുതലാളിയുടെ മുമ്പിൽ പോകാൻ പറ്റില്ല. മൊത്തം 9000 ആയിരുന്നു. ഇപ്പോ എന്റെ കയ്യിൽ 6000 രൂപ മാത്രമേ ഉള്ളൂ. ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്? സാരമില്ല ശകുന്തളെ, കളിച്ചു തോറ്റ പണം കളിച്ചു തന്നെ നേടണം. 3000 രൂപ എന്ന് പറയുന്നത് നിസ്സാര തുകയാണോ? അതൊന്നും അത്ര കാര്യമാക്കാനില്ല. ചിലപ്പോ ഒറ്റ മണിക്കൂർ കൊണ്ട് 3000 അല്ല 30,000 നമുക്ക് നേടിയെടുക്കാം. ബാക്കി രൂപ കൂടി എടുത്ത് അതിനു വേണ്ടി പോവുകയായിരുന്നു. എങ്ങനെയായാലും 9000 രൂപ തേക്കാതെ ഒരു കാര്യം ചെയ്യാം. എന്റെയും കുഞ്ഞിന്റെയും ആഭരണങ്ങളും ഈ വീട്ടു സാധനങ്ങളും നമുക്ക് വിൽക്കാം. അങ്ങനെ ഈ 3000 രൂപ നമുക്കുണ്ടാക്കാം. എന്നാലും ഇനി കളിക്കാൻ പോവല്ലേ? ഈ പറഞ്ഞതെല്ലാം കൂടി വിറ്റാലും 3000 തികയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിലും വീട്ടു സാധനങ്ങളൊക്കെ വിറ്റിട്ട് നമ്മളെങ്ങനെ ജീവിക്കും? അതുകൊണ്ട് കളിച്ചു തോറ്റ പണം കളിച്ചു തന്നെ നേടണം. നേടാമെന്നുള്ളതിന് എന്താണ് ഒരു ഉറപ്പ്? നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്റെ മനസ്സ് തളർത്തരുത് ശകുന്തളെ. നേടണം, നേടിയേ പറ്റൂ. ഓ ഈശ്വരാ, ഇതിനൊക്കെ വല്ല കാര്യവും ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഇതൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഞാൻ പോയിട്ട് വേഗം തരാം. ലൈല,